ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ FC മൊബൈലാണ്. സോ നമുക്ക് കളിച്ച് നോക്കാം. സോ ഇതാണ് നമ്മുടെ ടീം. OVR ഇപ്പോൾ ഉള്ളത് 116 ആണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ഈ OVR ആണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. കാരണം വെച്ചാൽ ഇത്രയും ക്ലാസ് ഞാൻ മിനിമം ഇടക്കിയിട്ട് ഫൈനലി ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയതാണ്. ആദ്യം ഫസ്റ്റ് ഞാൻ സ്ട്രൈക്കർ എനിക്കൊന്നും പക്ഷേ ഞാൻ ജോ ഫെലിക്സ് ആക്കിയപ്പോഴാണ് ശരിയായത്. കാരണം വെച്ചാൽ ജോ ഫെലിക്സ് 113 പക്ഷേ നമുക്ക് ഒരു ചേഞ്ച് വേണം CMന്. സോ നമുക്ക് ചേഞ്ച് ചെയ്യണോ നമുക്ക് നോക്കാം. CMന് സെർച്ച് ചെയ്യാം. CB ഒന്നും ചേഞ്ച് ആക്കണ്ട, ചേഞ്ച് CM. സ്കോസ്കിണ്ട് പക്ഷെ ഒന്നേ മേടിക്കാൻ കഴിയില്ല. ലാംബാർഡ് ഉണ്ട്, എല്ലാവരും ഉണ്ട് പോനെ. എക്സ്പെൻസീവ് അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാനില്ല ഓരക്കുന്നു. പാച്ചോസ് പുതിയ 17, 18, 2000, 2000, 1000, 1000 നിങ്ങൾ നല്ല എന്തെങ്കിലും താടാന്നാൽ ബ്രോ. എന്നാൽ നമുക്കെന്നാൽ ഫ്ലാഷ് ബാക്സിലോട്ട് നോക്കാം. ഫ്ലാഷ് ബാക്സ് ഇതെന്തെങ്കിലും നല്ല CM ഉണ്ടാകും. കുറച്ച് CMs ഉണ്ട്, പക്ഷേ ഈ ചീപ്പ് ബീസ്റ്റ് ആയിക്കോളും. പക്ഷേ ഗൈസ് ഇവിടെ ഫ്ലാഷ് ബാക്കിലില്ല. ഇനി അടുത്തത് റെക്കോർഡ് ഹോൾഡേഴ്സ് അല്ല, വേൾഡ്സ് ഗെയിമിൽ നല്ല CMs ഉണ്ടാവും. പക്ഷേ ഒരു ചീപ്പ് CM നമുക്ക് മതി. ചീപ്പ് CM പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ്. 1400, 500, 500. അപ്പോൾ എനിക്കൊരു ചീപ്പ് ബീസ്റ്റ് വേണം. ഒരു മിനിറ്റ്. 110 is equal to 107. സ്റ്റിൽ 11 റെക്കോർഡ് ഹോൾഡേഴ്സ്. നമുക്ക് എന്തെങ്കിലും വേറെ ഇങ്ങോട്ട് നോക്കണോടാ. നമുക്കെന്നാൽ ഇത് നോക്കാം. വലിയ മിനിറ്റായി. പ്ലീസ് നല്ല എന്തെങ്കിലും നല്ല CMs. നല്ല ചീപ്പ് അയക്കണം. പക്ഷേ അത് ഗോൾഡൻ അയക്കണം. അലക്സാണ്ടർ ഫെർണാണ്ടസ്, എദ്രസൺ ഉണ്ട്. എനിക്ക് എദ്രസൺ പിക്ക് ചെയ്യണോ അതോ ഇവനെ വിൽക്കണം? അലക്സാണ്ടർ നമുക്കത് ഇവൻ നോക്കാം. ഇവന് നല്ലതാണ്. ഇവൻ എടുക്കാം. സോ നമുക്ക് ഇഷ്ടപ്പെട്ടു അലക്സാണ്ടർ. 13 ഗുഡ് ബൈ. Okay guys, let's see what happens if we add it. Let's see 3 to 1. Bro, are you serious right now? Coco 3 -2 bro. അപ്പോൾ ഇതൊന്നും കടാൻ കഴിയില്ല. സോ എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇതിനെ ട്രെയിൻ ചെയ്യും. ഇതിനെ നല്ലതാണ്. നമുക്ക് നോക്കുക. ഇവൻ്റെ നല്ല സ്റ്റാറ്റ്സാണ്. 117 റേറ്റഡ് പ്ലസ് OVR, പിന്നെ 168 പേസ്, 113 ഷൂട്ടിങ്, 152 പാസിങ്, 150. നമുക്ക് റാങ്ക് അപ്പ് ചെയ്യേണ്ടി വരും. ഇല്ല, റാങ്ക് അപ്പ് ചെയ്യാൻ സമയം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷേ കോട്ടുവാന്ന് ചോദിച്ചാൽ കഴിയില്ല. കോട്ടുവ നല്ലതാണ് മോനെ. നോക്കാം. കോട്ടുവാക്ക് റീഫ്ലക്സിന്, ഹാൻഡ് ഫ്ലിക്സിന് ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതായത് ഗോൾ കീപ്പർ നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മൾ വേൾഡ്സ് ഗെയിമിലത്തെ പോർച്ചുഗൽ മാനേജർ ആയിരിക്കും. അതായത് നമ്മൾ പോർച്ചുഗൽ നമ്മുടെ മാച്ച്, അതായത് നമ്മൾ ഇനി മുതൽ ബ്രസീൽ അയക്കും. അതേപോലെ
ഞാൻ പോർച്ചുഗൽ കാണിച്ചാൽ മാനേജർ എന്നോട് പറഞ്ഞേനി മോനെ നീ മാനേജർ ആവണ്ടെന്ന്. നിങ്ങൾക്ക് പോർച്ചുഗൽ വിൽക്കിയതോ അപ്പം നിങ്ങൾക്ക് എൻ്റെ റൊണാൾഡോ മെസ്സി നെയ്മറൊക്കെ ഉണ്ടാക്കാം. ഓക്കെ വേഴ്സസ് അർജൻറ്റീന, ബ്രസീൽ വേഴ്സസ് കോട്ടു വേഴ്സസ് ഈജിപ്ത് വേഴ്സസ് ഇംഗ്ലണ്ട്, ഫ്രാൻസ് വേഴ്സസ് ജർമ്മനി, ഹംഗർ വേഴ്സസ് ഇന്തോനേഷ്യ, ജപ്പാൻ വേഴ്സസ് ഇറ്റാലിയൻ വേഴ്സസ് മൊറോക്കോ, അയർലൻഡ് വേഴ്സസ് നെതർലാൻഡ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം സെലക്ട് ആക്കാം. സോ ഈ കാണുന്ന പോർച്ചുഗൽ മാനേജർ ആയതുകൊണ്ടാണ് നല്ലത്. കാരണം റൊണാൾഡോ, യുവനീസ് എല്ലാവരും ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ചെക്കൻ എടുക്കാം, നമ്മുടെ ഫീഗോനെ എടുക്കാം. യെസ് ഫീഗോ സർ, ഞാൻ പുറത്തെടുത്താൽ മാത്രം മതി, ഫീഗോ മാത്രം മതി. കാരണം ഓന് നമുക്ക് റൊണാൾഡോയും ഫീഗോയും വേണം. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. എന്നുവെച്ചാൽ റൊണാൾഡോ ഫീഗോൻ്റെ കൂടെ കളിച്ചിരുന്നു പ്രൈമിന്. ആ റൊണാൾഡോൻ്റെ പ്രൈമില്ലേ ആ സമയത്ത് ഫീഗോൻ്റെ കൂടെ കളിച്ചിന് ഫീഗോ, അതുകൊണ്ടാക്കി. സോ അതുകൊണ്ടാണ് ഞാൻ ഫീഗോ കളിച്ചത്. പോർച്ചുഗൽ സബ്ജക്റ്റ് ഇതാണ് ഫസ്റ്റ് മാച്ചാണ്. നമുക്ക് മെസ്സിനെ പൊട്ടിക്കണം, മെയിനായിട്ടാണ് എൻ്റെ മെയിൻ ഗോൾ. സോ നമുക്ക് നോക്കാം. ക്രിസ്ത്യൻ, ലൂയിസ് ഫീഗോ ഓടിക്കോ ഫീഗോ. അയ്യോ ബിഗിനർ തന്നെ വേണ്ട, ഇന്ന് സ്ട്രെങ്ത് ഇല്ല. ഇത് ഹാർഡ്, എന്നെ ഹാർഡിലോട്ട് ക്രിസ്ത്യാനോ ഗോൾ. ഫീഗോൻ്റെ ഇല്ല അവിടെ 17 വേണ്ടടാ, 11 അല്ല. അതാണ് എനിക്ക് എൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ. ഓറുണ്ടാ നെയിം നമ്പർ മാറ്റിയാ, അതാണ് എൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ. റൂബലിയസ് ഫീഗോ ഓടിക്കോ ഫീഗോ നിന്നെ ആ ഫീഗോ ജ്യൂസൊക്കെ എടുക്കൂ. ഫീഗോ മര്യാദയ്ക്ക് പണി കൊടുക്കാവോ കേട്ടോ. ഫീഗോ കിട്ട നല്ല കാര്യം, റൊണാൾഡോ ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അത് ഫീഗോ ഞാൻ കാണിച്ചതാ, സമയം തരാം. ഫീഗോ ഗോൾ അടിക്കാൻ പോകുന്നു, ഫീഗോ ഗോൾ അടിച്ചില്ല, അപ്പോൾ റൊണാൾഡോക്ക് ഫ്രീ ഗോൾ കിട്ടുമോ? ഇങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ. അന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തായില്ലേ ഫ്രീ ഗോൾ കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ട് ഒരു ടെക്നിക്ക്, പക്ഷേ ചെയ്യാൻ കഴിയൂല. ഇത് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ കഴിയുള്ളൂ. അന്ന് എൻ്റെ സ്കിൽ മൂവ്സ് ഉണ്ടാവില്ല, പക്ഷേ ഇതിൽ സ്കിൽ മൂവ്സ് ഇല്ല മോനെ. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. എന്നുവെച്ചാൽ ഈ കാണുന്ന ടൂർണമെൻറ്റിന് സ്കിൽ മൂവ്സ് ഓണോ ഓഫോ അങ്ങനെയൊന്നും ഇല്ല, ലൈനപ്പ് ഒന്നും ഇല്ല. ജസ്റ്റ് നമ്മുടെ നോർമൽ ഗെയിമില്ലേ അതേപോലെ അല്ല. ഇതില്ലേ ഡിഫറെൻ്റ്, ഇതില്ലേ ഗെയിം മറ്റേ വേൾഡ് കപ്പിൻ്റെ ലൈനപ്പ് ചേഞ്ച് ചെയ്യാം, പക്ഷേ ക്യാപ്റ്റൻ അങ്ങനത്തൊക്കെ ചേഞ്ച് ചെയ്യാം, പക്ഷേ നമ്പർ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതാണ് എൻ്റെ മെയിൻ കഷ്ടം. 3 ഗോള് റൊണാൾഡോ, അർജൻറ്റീനയ്ക്ക് 0. അവിടെ നിന്ന് ആവശ്യം നോക്കിയേ, അർജൻറ്റീന നമ്മളായിക്കൂടെ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അടുത്ത കളി ബ്രസീലിലാണ് മോനെ, അതാണ് എനിക്ക് മെയിൻ കഷ്ടം. ബ്രസീലിലെ വിനീസ് ജൂനിയറിനെ എനിക്ക് വേണ്ടത്. ആ വിനീസിനെ ഞാൻ പീനിയസാക്കും, എന്നിട്ടാണ് ഞാൻ വേൾഡ് കപ്പ് എടുക്കാം. ആദ്യം ഓനെ വിനീസിനെ പീനിയസിനാക്കട്ടെ. ആദ്യം അൽവാരസെ ഞാനാണ് ഇൻഡക്റ്റർ, എൻ്റെ അടുത്ത് കളിക്കരുത്. താങ്ക്സ് ഡോഗി. സോറി ഡോഗില്ല, സോറി കോപ്പറേറ്റ് ആവില്ല, ഞാൻ 2 വിളിച്ചതാണ്. സോറി. CR7 ഫീഗോ ക്ലോസ് എടുക്കാം. ഗോൾ. ഫീഗോൻ്റെ സെലിബ്രേഷൻ എന്താണെന്ന് നോക്കാം. ന്യൂസിലൈഡ് അതിൻ്റെ സെലിബ്രേഷൻ അല്ലേ ഇടി. എല്ലാവരും എൻ്റെ FC സെലിബ്രേഷൻ കോപ്പടിയാവണി. എന്നുവെച്ചാൽ ഫസ്റ്റ് ഇത് ഞാൻ ആ സെലിബ്രേഷൻ ബുക്ക് ചെയ്ത് വെച്ചതാ പോലെ. ആരടാ അതെടുത്ത് ഹീറോ യെസ് ഇങ്ങനെ പറഞ്ഞിട്ട് ആടിപ്പോയിൻ്റെ. ഓ മൈ ഗോഡ്, എടുത്ത് കുറേ നേരം എടുക്കും ബ്രോ. അപ്പോൾ എല്ലാവർക്കും ബോറടിക്കും. പക്ഷേ ബോറടിച്ചാൽ എന്താ പ്രശ്നം? ഒന്നും കുഴപ്പമില്ലല്ലോ, ആർക്കും പ്രശ്നമില്ലല്ലോ. ഒന്നല്ലേ ഗോൾ അടിച്ചെന്ന് കാണാം. ഡോഗി കോസ്റ്റം സോറി ഡോഗിയെ കോസ്റ്റ് എന്തോ എനിക്ക് മര്യാദയ്ക്ക് വായിക്കാൻ അറിയില്ലടാ.
ആ ഗോൾ കീപ്പർ പോർച്ചുഗൽ ഡെറൻഡോസ്കി ഞാൻ വിളിച്ചോളൂ. ഡെറൻഡോസ്കി അയ്യോ ലൂക്ക മോദ്രിച്ച് സോറി കോപ്പിറൈറ്റ് ആരാണ്ട് വിളിച്ചു പോയി. ഇപ്രാവശ്യം ഒന്നും വരില്ല. ഞാൻ വായ്പൂട്ടി എടുക്കാറുണ്ട്. ഓക്കെ, ഞാൻ ഒരു കോപ്പിറൈറ്റിൽ മിസ്റ്റേക്ക് ആക്കില്ല. ഞാൻ കുറച്ച് മിസ്റ്റേക്ക് ആയിപ്പോയി. യൂട്യൂബ് പ്ലീസ് ഡോണ്ട് മേക്ക് കോപ്പിറൈറ്റ്. റൂബനേവിസില്ലേ ഈ റൊണാൾഡോനെ കൊണ്ട് അന്ന് എനിക്ക് ഒറ്റ വഴിയാണുള്ളത്. മോനെ ഈ അൽവാരസിന് പൊട്ടിക്കൊടുക്കാം. ഓക്കെ, എൻ്റെ ഒരു പ്ലാൻ എന്താ നിങ്ങൾ കണ്ടോളൂ മോനെ. ആദ്യം ഫസ്റ്റ് ആ ബോള് എടുക്കാൻ ബോളെടുത്ത് ഞാൻ ഫൗളാക്കില്ല. അല്ല ഫ്രീ കിക്ക് കിട്ടി. സെക്കൻഡ് ഫ്രീ കിക്ക് കിട്ടി. ആ അൽഹംദുലില്ലാ. അവൻ്റെ തോണ്ട ഡ്രോപ്പ് ഓടിക്കോ ജീവമണി ഓടിക്കോടാ. അയ്യോ എടാ ഗോൾ കീപ്പറാ. അയ്യോ ക്രിസ്ത്യാനോ അവൻ്റെ ഫിനിഷ് ഷോട്ട് എന്താണല്ലോ നമുക്ക് നോക്കാതെ. അവൻ്റെ ഫിനിഷ് ഷോട്ട് ബ്രോ അതല്ല എൻ്റെ ഫിനിഷ് ഷോട്ട്. ബ്രോൻ്റെ ഫിനിഷ് ഞാൻ അത് മറന്നുപോയി. ഫേക്ക് ഷോട്ട്. യെസ് ഫേക്ക് ഷോട്ട്. ഓഫ് സൈഡ് എങ്ങനെ മോനെ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബട്ടൺ നെക്കാൻ പോയതാ. അപ്പത്തേക്ക് ഓഫ് സൈഡായ അതെന്താ പ്രശ്നമാണ്? എന്ത് ഓടിച്ചിട്ടുണ്ടാവുക ആ ഫേക്ക് ഷോട്ട്. Swipe to സ്കിഡ് മെസ്സി ഓനെ പെപ്സി ആക്കണം. പെപ്സിക്ക് ഫൗൾ കിട്ടണം. അൽഹംദുലില്ലാ പെപ്സി വീണല്ലോ. എല്ലാവരും കാണുന്ന പെപ്സി ഇല്ലേ ഇപ്പോൾ പോയത് കണ്ടില്ലേ? റൊണാൾഡോ ഇങ്ങനെ പാസ് അടിച്ചിട്ട് നമ്മൾ ജയിച്ച് അങ്ങനെ വരും. റൊണാൾഡോൻ്റെ മോന്തണ്ടോ മനസ്സിലാവും ഓൻ ജയിക്കാൻ പോകുന്നുണ്ട്. കണ്ടില്ലേ അവൻ്റെ മോന്ത അതേപോലെ. അപ്പം ചാരക്ക കയറി ക്വാർട്ടർ ഫൈനലിൽ ജപ്പാൻ ജയിച്ച്. ജപ്പാൻ കൊറിയൻ്റെ അടുത്ത് ജയിച്ച്. ബ്രസീലും പോർച്ചുഗൽ അടുത്ത്. അല്ലാഹു മസ്സലി അലാ സയ്യിദിന. കോട്ടയം ഉണ്ടെങ്കിൽ എന്നാൽ രണ്ടും ഒന്നേ ആക്കാം. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രസ്സ് ഉണ്ടാവും. അടുത്ത് ഡ്രോ ഫ്രാൻസ് ഒരുമിച്ചിട്ട് അവിടെ ഒരു ഡ്രോ അല്ല സോറി. അടുത്ത് ഖത്തർ ഫൈനൽ. യാ ദാറ്റ്സ് പെർഫെക്റ്റ്. 30 മിനിറ്റ് എടുക്കൂല. 30 മിനിറ്റ്സിൻ്റെ വീഡിയോ ആണ്. പേടിക്കണ്ട ആരും. പോർച്ചുഗൽ വേഴ്സസ് ബ്രസീൽ. Viniga Junior, Rapina, Alisson, Casemiro, Milito, Matheus. ആ പൊട്ട പാട്ടന്നെ ബ്രസീലിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പാടിയതില്ല. ഇപ്പോൾ വിനിഗ ജൂനിയർ, റാപ്പീന അതന്നെ. ഇന്ന് ഇവരെ ഉണ്ടൊക്കെ കൂട്ടിക്കാലോ. വാ റൊണാൾഡോ. കേട്ടാ ഇത് ഗ്ലിച്ചാവുന്നടാ. ഗ്ലിച്ചാവുന്ന പിരാന്താണല്ലോ ഇത്. റൂബനേവിസ് ബീറോ ഫെർണാണ്ടസ്. റൂബനേവിസ് വിത്തിയ ഓനിങ്ങനെ അടുത്ത് ഓനിക്കെന്താ പ്ലേ സ്റ്റൈൽ ഉണ്ടോ? ഓനെ മറ്റേ ആ ടാക്കിളിൻ്റെ പ്ലേ സ്റ്റൈൽ അതോ? എനിക്ക് മെയിൻ ക്വസ്റ്റ്യന് അത് ക്ലോസ് മോനെ. മക്യൂസ് ക്രിസ്ത്യാനോ. ഓ മൈ ഗാഡ്, ഞാൻ ജയിച്ചു. നമ്മൾ അന്ന് ഒന്നേ പൊതിക്ക് കൂട്ടാ. അന്ന് ഇനി ഗോൾ കളിക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോവാം. ശ്രദ്ധിക്കാണ്ട്
And the strike and the strike and the strike. ഇങ്ങനെയുണ്ട് എനിക്കൊരു പ്ലാൻ ഉണ്ട് മോനെ. ഈ സീൻ നിങ്ങൾ കാണൂ. സ്റ്റിക്കർ ഇട്ട് അതിങ്ങനെ മോനെ അവൻ സ്റ്റിക്കർ ഇട്ട്. ഓ ഓ മൈ ഓ സ്റ്റിക്കർ ഇട്ട്. അത് ശരി. ഓക്കെ, ഇനി നമുക്ക് വിനീസ് ജൂനിയറിനെ കൂട്ടാലോ. വിനീസ് ഗോൾ അടിച്ച്. വി കുക്ക്ഡ് ബ്രോ, വി കുക്ക്ഡ്. ഓൻ്റെ ഓരോ അത്ര എനിക്ക് മനസ്സിലായി. 155